റൗണ്ട് ചെയ്തായിരിക്കും നമ്മളൊരു 4 പേര് 5 പേര് തമ്മിൽ പിടിച്ച് നിന്നാൽ പോലും നമ്മളെ പറിച്ചു കളി അത്ര ശക്തിക്ക് കാറ്റ് വീശി ഏഷ്യയിലെ തന്നെ ഏറ്റവും ശക്തിക്ക് കാറ്റ് വീശുന്ന രാഹുൽ. അത് ഏപ്രിൽ മെയ് മാസമാണ് അങ്ങനെ കാറ്റ് വീശുന്നത്. പിന്നെ ഇപ്പോൾ രാഹുൽ ഇവിടുത്തെ മെയിൻ സൂയിസൈഡ് പോയിന്റ് ആയിക്കല്ല. ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സീ ലെവലിൽ നിന്ന് 3600 അടി ഹൈറ്റിലേക്കല്ല ഇരിക്കുന്നത്. ഇതിന്റെ ടോപ്പിൽ നമ്മൾ വീഴുക ചാടി ചെയ്തില്ല. അബദ്ധത്തിൽ ആരും വീട്ടിൽ വീഴുക ചാടി ചെയ്താൽ 30-40 സെക്കൻഡുകൾ കൊണ്ട് ആൾ മരിക്കുമെന്ന് പറയുന്നത്. ഓടിയ താഴ്ചലത്തിലെന്ന് പറയുന്നത്. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചാൽ ഒരു +2 പഠിക്കുന്ന ഒരു പെണ്ണും ചെറുക്കും കയ്യെ ഷാട് കൂട്ടി കെട്ടിട്ട് രാത്രി 10 മണിക്ക് ടോപ്പിൽ നിന്ന് താഴ്ത്തി അടിയാണ് ലാസ്റ്റ് ഗവൺമെന്റ് അടുത്ത മെയിൻ പ്രത്യേകത 3 സമയത്ത് 3 വ്യൂ ആയിരിക്കും. നമ്മൾ രാവിലെ 8 മണിക്ക് മുന്നേ വരുന്നത് ഇതൊന്നും കാണുന്നത് ഫുള്ള് കോടയായിരിക്കും. മേഘം നമ്മുടെ അടിയിൽ ഇങ്ങനെ പാസ് ചെയ്യുന്നതായിട്ട് നമ്മൾ മേഘത്തിന്റെ മുകളിൽ നിൽക്കുന്നത്. അതിനുശേഷം ഈ വൈകുന്നേരം 6-7 മണിക്ക് ശേഷം അവർ ഈ ബിൽഡിംഗ് ലൈറ്റ് ഇവിടെ ലൈറ്റ് വ്യൂ എന്ന് ഫ്ലൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഫ്ലൈറ്റിൽ യാത്ര ആയിട്ടുള്ളവർ പറയും ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ കണ്ടിരിക്കും ഫ്ലൈറ്റ് വ്യൂ എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ രാഹുൽമണ്ട് അടുത്ത പ്രത്യേകത സൺസെറ്റും സൺറൈസും കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ രാഹുൽമണ്ട് അടുത്ത പ്രത്യേകത രാമക്കൽമേട് എന്ന് പറഞ്ഞ സ്ഥലം വിളിക്കുക. കേരളത്തിൽ ഈ കല്ല് നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട് തേനി ജില്ലയിലാണ് ഈ കല്ല് നിൽക്കുന്നത്. ഈ കാണുന്ന തമിഴ്നാട് തേനി ജില്ലയുടെ ഭാഗമാണ്. തമിഴ്നാട് തേനി ജില്ലയാണ് ഈ കാണുന്നത്. വൈറ്റ് പേപ്പർ പോലെ വീടുകളും ടൗണുകളും ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങോട്ട് മാറി പച്ച പാടം പോലെ പച്ചക്കറി കൃഷി ചെയ്തേ. നമ്മുടെ കേരളത്തിലുള്ള വെജിറ്റബിൾ തേനി ജില്ല എന്നാണ് തമിഴ്നാട് കൃഷി ആശ്രയിക്കുന്ന. മുല്ലപ്പെരിയാറിന്റെ വെള്ളമാണ് തമിഴ്നാട് കൃഷി ആശ്രയിക്കുന്നത്. അതിനകത്ത് ഈ പൊട്ടച്ചിരി വലിയ കൂണില്ലാതെ നമ്മുടെ വീടുകളിൽ വാളംപുളിയാണ്. കൂട്ടത്തിൽ കാണുന്ന തെങ്ങും തോപ്പുകൾ അതൊരു 60 അടി 80 അടിയൊക്കെ ഹൈറ്റുള്ള തെങ്ങ്. നമ്മൾ ഇത്ര ഹൈറ്റ് നിൽക്കുന്നുണ്ട് ചെറിയ കുറ്റിച്ചിരി പോലെ തോന്നുക. പക്ഷേ ഈ താഴെ കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു അമ്പലമായി കാണുന്നത്. അമ്പലത്തിന്റെ പ്രത്യേകത അമ്പലത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു വർഷത്തിലെ മലയാള മാസത്തിലെ കന്നിമാസത്തിലെ 5 ശനിയാഴ്ചകൾ മാത്രമേ ഓപ്പൺ ചെയ്യുള്ളൂ. രംഗനാഥൻ കോവിൽ എന്നാണ് അതിന്റെ പേര്. മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ രൂപസ്ഥാനം. ഇനിയിപ്പോൾ നമ്മൾ കണ്ടിട്ട് വന്ന ആമപ്പാറ ആപ്പാറിന്റെ പേരിലുള്ള ട്രക്കിംഗ് അറിയപ്പെടുന്നു. ആപ്പാറയുടെ പ്രത്യേകത പല ആംഗിളിൽ കയറി ഇറങ്ങി വരുന്ന നാച്ചുറൽ ഏസി ആയിട്ടുള്ള ആമയുടെ ഷേപ്പുള്ള ഒരു കല്ല്. അതുകൊണ്ട് ആമപ്പാറയുടെ പേര് വന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിപ്പം കൂടി ആമശില്പമുള്ളത് തുടങ്ങുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ വന്ന കുറേ സ്റ്റാച്ചു കാണുന്നത് അതൊരു ഐതിഹ്യത്താൽ അറിയപ്പെടുന്നത്. അതായത് ഒരു മുനി 2 ആദിവാസികളെ ശപിച്ചു എന്നുള്ള മലകളാക്കി പിന്നീട് മനുഷ്യ നിർമ്മിതിയിൽ ഇവരെ ഒന്നിപ്പിക്കുന്ന ഒരു മരം നൽകുന്നത്. മലപ്രകാരം കുറവൻ കൊടുത്തിയതാണ് മലകളെ ഏറ്റവും വലിയ മൂട് കൊടുത്തു. അതിന്റെ ബാക്കി കാണുന്ന വേഴാമ്പല വാച്ച് ടവറാണ്. ആ വാച്ച് ടവർ കയറി കഴിഞ്ഞാൽ കമ്പന്തേരി മുന്തിരിത്തോട്ടം ഉൾപ്പെടെ അടുത്തായിട്ട്